ഈ ഹിന്ദി പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ധാരാളം ഹിന്ദി സോങ്സ് ചേച്ചി പാടിയിട്ടുണ്ട്, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആ ഒരു ഇപ്പൊ തന്നെ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയില് 8 പാട്ടോളം ചേച്ചി പാടി, ആകെ കിട്ടിയ ഒരു അവസരം. എന്നാലും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മുടെ ഇവിടെ നിന്നൊക്കെ വിട്ട് ബോംബെയിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ചെന്ന് ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസ് പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ വ്യത്യസ്തമാണല്ലോ, അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അപ്പം ഞങ്ങളിവിടെ മദ്രാസിലത്തെ രീതിയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ 7 മണിക്കൊക്കെ ചിലപ്പോൾ മിക്സിങ്ങിന് വരാറുണ്ട്. ഇപ്പോൾ കുട്ടൻ്റെ തന്നെ പാട്ട് ഞാൻ 7 മണിക്ക് പോയി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പം അങ്ങനെ രാവിലെ നമുക്കങ്ങനെ സമയം ഇതില്ല. ഇപ്പം വെളുപ്പാങ്കാലത്ത് വരാൻ പറഞ്ഞാലും 6 മണി 7 മണിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ ഞാൻ ലേറ്റ് നൈറ്റ് അധികം വർക്ക് ചെയ്യാറില്ല. റഹ്മാൻ്റെ അടുത്ത് ഒഴികെ വേറെ ഒരിടത്തും അത്ര ലേറ്റ് നൈറ്റ് പോകാറില്ല. അവിടെ 8 മണിക്ക് ശേഷമേ തുടങ്ങുള്ളൂ. പക്ഷെ അത് ഞാൻ പറയാം 9 മണിക്ക് മേലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അതിനെ 8 മണിക്ക് ആക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരുപാട് ലേറ്റ് നൈറ്റ് എനിക്ക് ബുദ്ധിമുട്ടാണ് പൊതുവെ. അപ്പോൾ ഇതുപോലെ 7 മണിക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ തരാം. പക്ഷെ ബോംബെയിലത്തെ രീതി നേരെ തിരിച്ചിട്ടാണ്. അവർക്ക് അവരുടെ രാവിലത്തെ സെഷൻ തുടങ്ങുന്നത് തന്നെ ഒരു 12 മണിയാവാണ്ട് ആരും വരില്ല. എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായി സ്റ്റുഡിയോ വരുന്നത് തന്നെ മിനിമം 12 മണിയാവും. വർക്കൊക്കെ മിക്കവാറും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ പൊതുവെ കുറച്ച് റിലാക്സ്ഡ് ആണ് അവിടെ. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ മേ പ്രേം കി ദീവാനി ഹോ എന്ന് പറഞ്ഞാൽ ആ ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിന് ഈ രാഷ്ട്രീയ പിക്ചേഴ്സ് അവർ പൊതുവെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ റെക്കോർഡിങ്ങിന് ഒക്കെ ചെന്നപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ തുടങ്ങി. ഈ രാവിലെ നമ്മൾ പോകുന്നതാണോ കുറേ കൂടെ ഫ്രഷ് ആയിരിക്കുന്നത്? ഇപ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും, നമുക്ക് മൂഡ് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? രാവിലെ നേരത്തെ പോകുന്നതാണോ അതോ? അല്ല, രാവിലെ പോയാൽ ഫ്രഷ് ആയിരിക്കുമല്ലോ പാടാൻ. പിന്നെ വാമപ്പിന് കുറച്ച് സമയം പിടിക്കും. നമ്മൾ 2-3 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തിട്ട് മലയാളികളുടെ രീതി അനുസരിച്ച് നമുക്കെല്ലാം കാലത്താണ് രാവിലെ തുടങ്ങുക എന്നുള്ളൊരു. ഈ റഹ്മാൻ റെക്കോർഡിംഗ് അധികം രാത്രിയാണ് നടക്കാറ്. എനിക്കൊന്നും അദ്ദേഹം പറയുന്ന രീതി എന്താ വെച്ചാൽ പകലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഫോൺ കോൾസും വിസിറ്റേഴ്സും അങ്ങനെ ആ ഒരു കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ ആരുടെയും ശല്യമില്ല, സമാധാനമായിട്ടിരുന്ന് ചെയ്യാമെന്നുള്ള. അതുകൊണ്ടാണ് അദ്ദേഹം രാത്രി ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാ? അദ്ദേഹം അതേ സമയം ഇരിക്കാറുണ്ടോ അതോ ഇതേപോലെ റെക്കോർഡ് ചെയ്യുമ്പോൾ റഹ്മാൻ സാർ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ലിറിക്സിസ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം കൂടെ കാണും, ഡയറക്ടർ ഉണ്ടെങ്കിൽ. അതൊക്കെ പക്ഷെ വളരെ മണിരത്നം സാറൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ ആ 3 പേരേ ഉണ്ടാവാറുള്ളൂ അതിനകത്ത്, റെക്കോർഡിംഗ് റൂമിനകത്ത്. പിന്നെ നമ്മൾ പാടുന്ന റിഹേഴ്സൽസും ഒക്കെ ചിലപ്പോൾ ചില പാട്ടുകൾക്കുണ്ടല്ലോ, നമ്മൾ ആദ്യം പാടുന്ന മോണിറ്റർ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് വരുന്നത്. പുള്ളിയുടെ അതെല്ലാം എടുത്തു വെക്കും. നമ്മൾ എങ്ങനെ ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്യാനും ഓരോ പ്രാവശ്യം ഓരോരോ രീതിയിൽ പാടുന്നതും പുള്ളി അതെല്ലാം എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതോടില്ല. ശരിക്കും റഹ്മാൻ സാറിന് പാടുന്ന പാട്ട് നമ്മൾ കാസറ്റ് പുറത്ത് വരുമ്പോഴേ അത് ഏതൊക്കെ വന്നു ഏതൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ അറിയാം. പാട്ടിന്റെ പൂർണ്ണ രൂപം കിട്ടുന്നത് കാസറ്റ് വരുമ്പോഴേ. ഒരുപാട് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തെടുക്കുകയാണ്. അദ്ദേഹത്തിന് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, സ്വന്തം സ്റ്റുഡിയോ ആണ്, തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ചിലപ്പോൾ ഞാൻ പറയും പിന്നെ ഊ ലാലാ എന്നൊരു പാട്ടില്ലേ, അത് പാടാൻ ചെല്ലുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ உங்களுக்கு പാടാനായിട്ട് ഞാൻ ഒരു റിതം പാറ്റേൺ മാത്രം ഇട്ടുതരാം. അപ്പം അത് സാധാരണ വെറും ക്ലിക്കും ശ്രുതി മാത്രമേ അങ്ങനെ അദ്ദേഹം തന്നെ അപ്പം വായിച്ചു തരും. കൂടെ കീബോർഡ് അടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പാടുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വായിച്ചു തരും കോഡ്സ് ഒക്കെ. അന്ന് ഇതിന് വേണ്ടി റിതം പാറ്റേൺ ഫീല് കിട്ടാനായിട്ട് എൻ്റെ തോന്നുന്നത് അത് സാധാരണ പാട്ട് പാടുന്ന പോലെ പാടരുത്, ഭയങ്കര ഓപ്പൺ ആയിട്ട് എനിക്ക് പാടിത്തരണം ആ പാട്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കുറേ ഒരുപാട് തുറന്നാണ് പാടിപ്പിച്ചത്. അതിന് പെട്ടെന്ന് സ്ട്രെയിനും ആവും അങ്ങനെ പാടുന്നത്. അങ്ങനെ വ്യത്യാസമായിട്ട് പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ പാടിപ്പിച്ചാണ്. അപ്പം അന്ന് ഇതുപോലെ അതിന് എനിക്കൊരു ഫീല് കിട്ടാൻ വേണ്ടി റിതം പാറ്റേൺ ഫീഡ് ചെയ്തതാണ്. അല്ല, ഇങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഒരു ലിസണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പാടിയ പാട്ട് കേൾക്കുന്ന വേറെ ആരോ പാടിയത് കേൾക്കുന്ന പോലെ ആയിരിക്കും മൊത്തം രൂപം വരുമ്പോഴത്തേക്ക് കളറി മാറിയിട്ടുണ്ടോ? അതെ, അതിന്റെ കൂടെ ഓർക്കസ്ട്രേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ